നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. SSFന്റെ 53ാമത് വാർഷികത്തോടനുബന്ധിച്ച് ശരികളുടെ ആഘോഷമെന്ന തത്വത്തിൽ നിലമ്പൂർ ഡിവിഷൻ റാലിയും സമ്മേളനവും നടത്തി. ഉനൈസ് സഖാഫി കാരക്കുന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫായിസ് സിദ്ദിഖ് അരീക്കോട്, സഫാൻ അസേരി കുറ്റമ്പാറ, അസദ് കെസി എന്നീ നേതാക്കൾ പങ്കെടുത്തു. തീവ്രവാദത്തിനും ലഹരിക്കുമെതിരെ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന പോരാട്ടത്തിന് SSF നിലമ്പൂർ ഡിവിഷന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിലെ SF ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസക്കാലം വ്യത്യസ്ത ഘടകങ്ങളിൽ വ്യത്യസ്ത കർമ്മ പദ്ധതികൾ പൂർത്തീകരിച്ചു വരികയാണ്. 2ാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം. വിദ്യാർത്ഥികളെ ലഹരിയുടെ പേരിൽ വിദ്യാർത്ഥികളെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവരിൽ ധാരാളം ശരികളുണ്ട്. അവരിലെ ശരികൾ മനസ്സിലാക്കി അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ വിദ്യാർത്ഥികളെ ഈ ഒരു ശീലങ്ങളൊക്കെ മാറ്റി നല്ല രൂപത്തിൽ ഒരു പുതിയ വിദ്യാർത്ഥികളെ കെട്ടിപ്പടുക്കാൻ നമുക്കാവൂ എന്നൊരു തിരിച്ചറിവിൻ്റെ പേരിലാണ് 2ാം ഘട്ടം ഈ ഒരു ക്യാമ്പയിനിൽ, ഈ ഒരു ക്യാപ്ഷനിൽ നമ്മൾ ആചരിച്ചു വരുന്നത്. ലഹരിക്കെതിരായി SSF നടത്തുന്ന പോരാട്ടങ്ങൾ നേരത്തെ തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും ഇതേക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്. നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ തന്നെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, അത് ലോട്ടറിക്കെതിരെയും അതുപോലെ തന്നെ പലിശക്കെതിരെയും ഒക്കെ നടത്തി ലഹരിക്കെതിരെ പാൻമസാലക്കെതിരെയൊക്കെ വിവിധങ്ങളായ ക്യാമ്പയിനുകൾ നമ്മൾ നടത്തി പോകുന്ന ഒരു പ്രസ്ഥാനമാണ് SSF. കാശ്മീരിൽ നടന്ന ആക്രമണം ഒരിക്കലും ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. തീവ്രവാദികൾ എന്ന് പറയുന്നത് അത് മുസ്ലിമുകളായാലും മറ്റു മതസ്ഥരായാലും ഒക്കെ അവർ തീവ്രവാദികളാണ്. ആ ഒരു തസ്തികയിൽ അവരുണ്ടാവുകയുള്ളൂ. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് SSF എല്ലാ കാലത്തും അതിന് പിന്തുണ നൽകിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്തും SSFന്റെ എല്ലാവിധ പിന്തുണയും ഇന്ത്യ ഗവൺമെന്റിനൊപ്പം ഉണ്ടാകുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.